വിജയവഴിയിൽ കേരളം മുന്നോട്ട് എന്ന പേരിൽ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഭാവി വികസനത്തിനുള്ള ആശയങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വികസന സദസ്സിന്റെ ഭാഗമായാണ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. വികസന സദസ്സ് കോങ്ങാടി MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. 20 മുതൽ 25 വരെയുള്ള 5 വർഷ കാലയളവ് പൂർത്തീകരിച്ച് പുതിയൊരു ഭരണസമിതിക്ക് വഴിമാറി കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക. സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മന്ത്രി ശ്രീ MP രാജേഷ് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, ഇതെല്ലാം പൊതുജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ടുള്ള സദസ്സുകൾ വികസന സദസ്സ് എന്ന പേരിൽ നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 5 വർഷമല്ല, 10 വർഷത്തിന്റെ തുടർച്ചയാണ് കേരള സംസ്ഥാന സർക്കാർ പദ്ധതികളായി നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ പഞ്ചായത്തിലും കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ വികസന സദസ്സ് വലിയ സന്തോഷത്തോടെയും ആഘോഷത്തോടെയുമാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്. വികസന കാര്യത്തിനകത്ത് യാതൊരു രാഷ്ട്രീയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംസ്ഥാന സർക്കാർ എല്ലാ പഞ്ചായത്തിനോടുമാണ് 1043 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വികസന സദസ്സ് ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തിനകത്തും പ്രധാന പ്രതിപക്ഷമായ UDF ഈ വികസന സദസ്സ് ബഹിഷ്കരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പോടൻ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രദീപ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റജി ജോസ്, ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും ഭരണപക്ഷ മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു.